ഹലോ നമസ്കാരം. ഇൻസൈറ്റ് 360 എല്ലാവർക്കും സ്വാഗതം. ഇതൊരു എക്സാമിന്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിരിക്കുന്നത്. CUET ആർക്കാണ് ഈ ഒരു എക്സാം എഴുതാൻ സാധിക്കുക? എന്തൊക്കെയാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻസ്? ഏതൊക്കെ കാറ്റഗറീസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സാം എഴുതുന്നത്? ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്ക് നോക്കാം. എന്താണ് CUT എക്സാം എന്ന് പറഞ്ഞാൽ? ഇന്ത്യയിലെ വിവിധ യൂണിവേഴ്സിറ്റികളും സ്ഥാപനങ്ങളും വാഗ്ദാനം ചെയ്യുന്ന ബിരുദ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന ഒരു ദേശീയ തലത്തിലുള്ള ഒരു എക്സാമാണ് CUET, അതായത് കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്. ഇന്ത്യയിലെ വിദേശത്തുമുള്ള 200-ലധികം നഗരങ്ങളായിട്ട് ഒന്നിലധികം ഘട്ടങ്ങളിലായിട്ട് നടത്തപ്പെടുന്ന ഒരു എക്സാമാണ് ഈ CUET എന്ന് പറയുന്ന എക്സാം. CUT ടെസ്റ്റ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്കുള്ള JEE എക്സാം അല്ലെങ്കിൽ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കോളേജുകളിലേക്കുള്ള നീറ്റ് എക്സാം എന്നിവയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ എഴുതാൻ സാധ്യതയും എഴുതിക്കൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഒരു എക്സാമാണ് CUET എന്ന് പറയുന്ന എക്സാം. ഈ 3 പരീക്ഷകളും നടത്തുന്നത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി തന്നെയാണ്. നിങ്ങളുടെ വിദ്യാഭ്യാസ യാത്രയിലെ എല്ലാ എൻട്രൻസ് പരീക്ഷാ തയ്യാറെടുപ്പുകൾക്കും സ്കോളർഷിപ്പ് ആപ്ലിക്കേഷൻസുകൾക്കും അപേക്ഷാ നടപടികൾക്കും കരിയർ ഗൈഡൻസിനും ഇത്തരത്തിലുള്ള എല്ലാ ന്യൂ അപ്ഡേഷൻസിനായിട്ട് നിങ്ങളുടെ സ്വന്തം ഇൻസൈറ്റ് 360 മൊബൈൽ ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യുക. ഇൻസൈറ്റ് 360യുടെ ഒഫീഷ്യൽ പേജായ യൂട്യൂബ് പേജ് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഫോളോ ചെയ്യുകയും ചെയ്താൽ നിങ്ങൾക്ക് അറ്റ് എ ടൈം നമ്മളിടുന്ന ഓരോ അപ്ഡേഷൻസും നിങ്ങൾക്ക് കിട്ടുകയും എല്ലാ എക്സാംസുകളുടെയും കറക്റ്റ് നോട്ടിഫിക്കേഷൻസ്, പല കുട്ടികളും ഒരു എക്സാം പ്രോപ്പറായിട്ട് അവർക്ക് ആപ്ലിക്കേഷൻ മൂവ് ചെയ്യാൻ പറ്റാതെ വരുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻസിനെല്ലാം നമുക്ക് ഈ ഒരു പേജ് ഫോളോ ചെയ്യുന്നതിലൂടെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അതിനൊരു സൊല്യൂഷൻ ആവും. ഇന്ത്യയിലെ മികച്ച എഞ്ചിനീയറിംഗ് കോളേജുകളും മെഡിക്കൽ കോളേജുകളും ഒഴികെയുള്ള ബാക്കി എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കും ഇന്ത്യയിലെ ടോപ്പ് കോളേജുകളിലേക്കുമുള്ള അഡ്മിഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു പരീക്ഷ നടത്തപ്പെടുന്നത്. CUT വഴിയുള്ള യൂണിവേഴ്സിറ്റികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏകദേശം ഒരു 250ഓളം യൂണിവേഴ്സിറ്റികളിലേക്കാണ് ഈ CUT വഴി അഡ്മിഷൻ ലഭിക്കുന്നത്. ഇതിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികൾ, അതുപോലെ തന്നെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ, ഡീംഡ് യൂണിവേഴ്സിറ്റികൾ എന്നിവയെല്ലാം ഉൾപ്പെടുന്നു. എങ്കിലും പ്രധാനമായും വിദ്യാർത്ഥികൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇന്ത്യയിലെ 44 മികച്ച സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കാണ്. ഈ മികച്ച ക്ലാസ്സുകൾ അല്ലെങ്കിൽ മികച്ച ഫാക്കൽറ്റി സൗകര്യങ്ങൾ, ലൈബ്രറി സൗകര്യങ്ങൾ, മികച്ച തൊഴിൽ അവസരങ്ങൾ, ക്യാമ്പസ് ഇൻ്റർവ്യൂ ഉൾപ്പെടെ എന്നിവ ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ നമുക്ക് ലഭ്യമാണ്. ഡൽഹി യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ അലൈഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി തുടങ്ങി ഇതെല്ലാം ഇതിന് ഉദാഹരണങ്ങൾ തന്നെയാണ്. ഇപ്പോൾ +2 മാർക്ക് വെച്ചിട്ടായിരുന്നു അഡ്മിഷൻ പണ്ടെല്ലാം ലഭിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് വഴിയാണ്, അതായത് UGT എക്സാം വഴിയാണ് നമുക്ക് ഈ ഒരു കോളേജുകളിലേക്കുള്ള അഡ്മിഷൻസ് എല്ലാം തന്നെ ലഭിക്കുന്നത്. ഇനി UGT എക്സാമിൻ്റെ പ്രധാന ഹൈലൈറ്റ്സുകൾ നമുക്കൊന്ന് നോക്കാം. നമുക്കറിയാം, കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് എന്നാണ് ഇതിൻ്റെ ഫുൾ നെയിം വരുന്നത്. ഇത് നടത്തുന്ന ഏജൻസി എന്ന് പറയുന്നത് NTA തന്നെയാണ്. ഇതിൻ്റെ പരീക്ഷാ നിലവാരം, അതായത് ബിരുദം അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദം റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളിലേക്കാണ് ഈ UGT എക്സാംസ് മെയിനായിട്ട് നടത്തുന്നത്. അതുപോലെ തന്നെ നമുക്ക് വർഷത്തിൽ ഒരിക്കലാണ് ഈ CUT എക്സാം മെയിനായിട്ട് വരുന്നത്. ഇത് CBT മോഡ് എക്സാം തന്നെയാണ്. ഈ പരീക്ഷയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ സെൻട്രൽ റിലേറ്റഡ് ആയിട്ടും സ്റ്റേറ്റ് റിലേറ്റഡ് ആയിട്ടും പ്രൈവറ്റ് അതുപോലെ ഡീംഡ് യൂണിവേഴ്സിറ്റികളിലേക്കുള്ള UG PG പ്രവേശനത്തിനായിട്ടുള്ള ഒരു പൊതുവായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം തന്നെയാണിത്. ഇതിനുള്ള യോഗ്യത എന്ന് പറയുന്നത് 12ാം ക്ലാസ് പരീക്ഷയിൽ നിങ്ങൾ പാസ്സായിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റിന് ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. നോർമലി ഇതിൻ്റെ ഒരു എക്സാം ആപ്ലിക്കേഷൻസ് ഓപ്പൺ ആവുന്നത് മാർച്ച് 1st വീക്കോട് കൂടിയാണ്. ഈ ഒരു എക്സാമിൻ്റെ പാറ്റേൺ എന്താണെന്ന് നമുക്ക് നോക്കാം. CUT പരീക്ഷ പ്രധാനമായിട്ടും 3 സെക്ഷനുകളായിട്ടാണ് നടക്കുന്നത്. സെക്ഷൻ 1, സെക്ഷൻ 2, സെക്ഷൻ 3. ഈ സെക്ഷൻ 1-ലെ മെയിൻലി നമ്മൾ എടുക്കുന്നത് ലാംഗ്വേജ് ടെസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അതായത് ഏകദേശം നമുക്കൊരു 13 ഭാഷകൾ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൽ മലയാളം അടക്കം ഉൾപ്പെടുന്ന ഭാഷയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കും ഒരു എക്സാം ഹാൻഡിൽ ചെയ്യാനായിട്ട്. ചില കോളേജുകൾ അഡ്മിഷന് വേണ്ടിയിട്ട് അവർ നിർബന്ധമായിട്ടും ഇംഗ്ലീഷ് ഡിമാൻഡ് ചെയ്യാറുണ്ട്. അതൊഴിച്ച് ബാക്കി എല്ലാ കോളേജുകളും നമുക്ക് ഇഷ്ടമുള്ള നേറ്റീവ് ലാംഗ്വേജസ് തിരഞ്ഞെടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഇനി സെക്ഷൻ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഡൊമൈൻ സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് വരുന്നത്. അതായത് നിങ്ങൾ പ്ലസ് ടുവിൽ പഠിച്ച സിലബസ് അടിസ്ഥാനമാക്കിയുള്ള വിഷയങ്ങളാണ് ഈ ഡൊമൈൻ സബ്ജക്റ്റുകളായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. ഇപ്പം ഒരു സയൻസ് വിദ്യാർത്ഥികളാണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്. കൊമേഴ്സ് വിദ്യാർത്ഥികളാണെങ്കിൽ അക്കൗണ്ടൻസി അല്ലെങ്കിൽ ബിസിനസ് സ്റ്റഡീസ്, ഇക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ട്. ഇനി ഒരു ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികളാണ് എന്നുണ്ടെങ്കിൽ പൊളിറ്റിക് അല്ലെങ്കിൽ പൊളിറ്റിക്സ് റിലേറ്റഡ് ആയിട്ടോ ഹിസ്റ്ററി അല്ലെങ്കിൽ സോഷ്യോളജി, സൈക്കോളജി, ഇതെല്ലാം അവർക്ക് ഡൊമൈൻ സബ്ജക്റ്റുകളായിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റും. നിങ്ങൾ ഏത് ഡൊമൈൻ സബ്ജക്റ്റ് ആണോ തിരഞ്ഞെടുക്കുന്നത് അതിലായിരിക്കും നിങ്ങൾക്ക് ഡിഗ്രി പഠിക്കാനായിട്ട് സാധിക്കുക എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം നിങ്ങൾ സെലക്ട് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ ഫ്യൂച്ചറിലുള്ള ഒരു പ്രൊഫഷൻ എന്താണെന്നുള്ളത് ഡിസൈഡ് ചെയ്യപ്പെടുന്നത്. ചില കോളേജുകൾക്ക് ഒരു പ്രത്യേക കോഴ്സിന് അഡ്മിഷൻ നേടാൻ ഒന്നിൽ കൂടുതൽ ഡൊമൈൻ സബ്ജക്റ്റുകൾ ഡിമാൻഡ് ചെയ്യാറുണ്ട്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റി BSc ഫിസിക്സ് ഓണേഴ്സ് ഫിസിക്സിനൊപ്പം മാത്സും എഴുതേണ്ടതായിട്ടുണ്ട്. അപ്പം അത്തരത്തിലുള്ള യൂണിവേഴ്സിറ്റികളിലേക്ക് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് റിലേറ്റഡ് ആയിട്ട് ഡൊമൈൻ സബ്ജക്റ്റുകൾ 1, 2, 3 ചിലപ്പോൾ നിങ്ങൾ എഴുതേണ്ടതായിട്ട് വരും. ഇനി സെക്ഷൻ 3 എന്ന് പറയുമ്പോൾ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഇതിൽ ജനറൽ നോളജ്, അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ്, ജനറൽ മെൻ്റൽ എബിലിറ്റി ടെസ്റ്റാണ്. അതുപോലെ തന്നെ ന്യൂമറിക്കൽ എബിലിറ്റി, ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. ഇതൊരു മെൻ്റൽ എബിലിറ്റി ടെസ്റ്റ്, ഒരു ക്വസ്റ്റ്യൻ മോഡാണ് ഇതിനകത്ത് വരുന്നത്. ഇനി കോമേഴ്സ്, ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾക്ക് മാർക്ക് കുറയാൻ സാധ്യതയുള്ള ഒരു മേഖലയാണിത്. അതിനാൽ ഈ ഭാഗത്ത് പ്രത്യേക ശ്രദ്ധ ഈ പറയുന്ന കാറ്റഗറിയിലുള്ള കുട്ടികൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഇനി എഴുതേണ്ട പേപ്പറുകൾ എന്തൊക്കെയാണ്, അത് എത്രയൊക്കെ നമ്പേഴ്സ് പേപ്പേഴ്സ് ആണ് നമ്മൾ എഴുതേണ്ടത്, ഇതിന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. മിനിമം നിങ്ങൾ ഏറ്റവും കുറഞ്ഞത് ഒരു 3 പേപ്പറെങ്കിലും എഴുതിയിരിക്കണം. ഒരു ലാംഗ്വേജ്, ഒരു ഡൊമൈൻ സബ്ജക്റ്റ്, ഒരു ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ലാംഗ്വേജ്. ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നിർബന്ധം തന്നെയാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒരു പേപ്പർ എഴുതുമ്പോൾ മിനിമം എഴുതിയിരിക്കണം. ഇനി നിങ്ങൾക്ക് പരമാവധി 5 പേപ്പറുകൾ വരെ എഴുതാനായിട്ട് സാധിക്കും. അതായത് ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് പറഞ്ഞല്ലോ, ഡൊമൈൻ ആയിട്ട് നിങ്ങൾ ഏതൊക്കെ ഓപ്റ്റ് ചെയ്യുന്നു അതിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര സബ്ജക്ട്സിൽ എഴുതാം. അത് മാക്സിമം എന്ന് പറയുന്നത് 5 സബ്ജക്ട്സുകളാണ് നമുക്ക് എഴുതാൻ പറ്റുക. ഇതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം തന്നെയാണ് വരുന്നത്. ഓരോ പേപ്പറിനും 60 മിനിറ്റ് ആണ് നമുക്ക് ലഭിക്കുക. ഓരോ സെക്ഷനിലും, അതായത് ചോദ്യങ്ങളുടെ എണ്ണം എന്ന് പറയുമ്പോൾ ലാംഗ്വേജ്, ഡൊമൈൻ, അതുപോലെ GT റിലേറ്റഡ് ആയിട്ട് 50 ക്വസ്റ്റ്യൻസുകളാണ് ഉണ്ടാകുക. ഓരോ ശരി ഉത്തരത്തിനും 5 മാർക്ക് വെച്ചിട്ട് ഒരു തെറ്റുത്തരത്തിന് ഒരു നെഗറ്റീവ് മാർക്കും കുറയ്ക്കും. പിന്നെ ഇതിനകത്ത് വരുന്ന ഒരു സബ്ജക്റ്റിന് മാക്സിമം നിങ്ങൾക്ക് 250 മാർക്കാണ് കിട്ടുക. അപ്പം 5 സബ്ജക്റ്റ് നിങ്ങൾ എഴുതണമെങ്കിൽ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 1250 ആയിരിക്കും. ഇനി ഇതിൻ്റെ പരീക്ഷാ തീയതി ഓരോ പരീക്ഷയ്ക്കും ഓരോ ദിവസമായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. ഇതിൻ്റെ യോഗ്യതയും അഡ്മിഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുമ്പം +2 പാസ്സായിട്ടുള്ള ഏതൊരാൾക്കും ഈ ഒരു പരീക്ഷ എഴുതാൻ സാധിക്കും. മാർക്ക് ഇത്ര % ഓഫ് മാർക്ക് എന്നുള്ളത് ഇവിടെ ഒരു മാനദണ്ഡമായിട്ട് കണക്കാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ +2 പാസ്സായിട്ടുള്ള ഏതൊരു കാറ്റഗറി ഓഫ് കുട്ടികൾക്കും ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാം. ഈ ഒരു വീഡിയോ കുറച്ച് ലെങ്തി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഫ്രണ്ടിലോട്ട് വരുന്നുണ്ട്. അപ്പം അതിനകത്ത് നമ്മൾ മെയിനായിട്ട് സെക്കൻഡ് പാർട്ടിൽ നമ്മൾ എക്സാം ഷെഡ്യൂൾസ് എങ്ങനെയൊക്കെയാണ് വരുന്നത്, ഇതിൻ്റെ കട്ട് ഓഫ് മാർക്ക് എന്താണ്, ഈ ഒരു അഡ്മിഷൻ CUT എക്സാം വഴി എന്തൊക്കെ പ്രയോജനങ്ങളാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ലെവലിൽ വരുന്നത്, ഇതിനെക്കുറിച്ചിട്ടെല്ലാം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നെക്സ്റ്റ് സെക്കൻഡ് പാർട്ട് വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. സോ നിങ്ങൾ ഈ ഒരു പേജ് എന്തായാലും ഫോളോ ചെയ്യുക. ഇൻസൈറ്റ് 360യുടെ ഒഫീഷ്യൽ യൂട്യൂബ് പേജാണിത്. അത് നിങ്ങൾ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരത്തിലുള്ള എല്ലാ ന്യൂ അപ്ഡേഷൻസും നിങ്ങൾക്ക് ലഭ്യമാകും. അതുപോലെ തന്നെ ഈ പറയുന്ന എക്സാംസിലെല്ലാം നിങ്ങൾക്ക് ഇൻസൈറ്റ് 360 ആപ്പ് വഴി സിംഗിൾ ക്ലിക്കിൽ നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. സോ നിങ്ങളുടെ മെൻറ്റേഴ്സും നിങ്ങളുടെ കൂടെ സപ്പോർട്ടിനുണ്ടായിരിക്കും. അതുകൊണ്ട് ഈ ഒരു പേജ് ഫോളോ ചെയ്ത് ആപ്പ് നിങ്ങളൊന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കുക. നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം.